സർക്കാരിനോട് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ സർക്കാർ വിലയിരുത്തുന്നത് അവർ ചില രാഷ്ട്രീയ ലാഭം മുൻനിർത്തിയാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചില താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നും പറയും, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പത്രമാണെന്ന് വരെ പറഞ്ഞേക്കാം. ഇപ്പോഴിതാ കൂട്ടത്തിൽ നിന്ന് തന്നെ കണക്ക് ചോദിക്കാൻ വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാമ്നയാണ്. സാമ്ന ഇതിനു മുൻപ് പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ ചോദിച്ചിരിക്കുകയാണ്, എങ്ങനെയാണ് 300 കിലോ RDX പുൽവാമയിൽ എത്തിപ്പെട്ടത്? സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് തീവ്രവാദി അവിടെ എത്താനുള്ള കാരണം എന്താണ്? വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഭീകരവാദികളുടെ എണ്ണം എത്രയാണ്? അവരെക്കുറിച്ച് എന്ത് തെളിവാണ് സർക്കാരിന് നൽകാനുള്ളത്? രാഷ്ട്രീയം ലാഭത്തിന് വേണ്ടി ചിലർ കളിക്കുന്ന നാടകമാണോ ഇതെന്നും സാമ്ന മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ശിവസേനയിൽ നിന്നാണ് ഈ ആരോപണം വന്നിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ അവർ ഒന്നിച്ചു, അവർ ഒരു കൂടപ്പിറപ്പ് പോലെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സാമ്നയുടെ എഡിറ്റോറിയൽ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ. ഇതിന് എന്ത് മറുപടിയാണ് സർക്കാരിനുള്ളത്? ഇപ്പോൾ പ്രതിരോധ മന്ത്രി പറയുന്നു, നിർമ്മല സീതാരാമൻ പറയുന്നു ഞങ്ങൾക്ക് കണക്കുകൾ ഇല്ല എന്ന്. വ്യോമസേന മേധാവി പറയുന്നു ഞങ്ങളല്ല കണക്ക് തരേണ്ടതെന്ന്. അമിത്ഷാ പറയുന്നു 250 പേർ കൊല്ലപ്പെട്ടു എന്ന്. അലുവാലിയ, കേന്ദ്രമന്ത്രി അലുവാലിയ പറയുന്നു ഞങ്ങളവിടെ ആളെ കൊല്ലാനാണ് ആക്രമണം നടത്തിയതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് അലുവാലിയ ചോദിക്കുന്നു. അത് മാത്രമല്ല, ഇന്ത്യയിലെ മാധ്യമങ്ങൾ പറയുന്നു 300, 350, 400 പേർ കൊല്ലപ്പെട്ടു എന്ന്. സത്യാവസ്ഥ അറിയാൻ ഇന്ത്യൻ ജനതയ്ക്ക് ആഗ്രഹമുണ്ടായേക്കാം, പക്ഷേ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരെയൊക്കെ നിങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഇപ്പോഴിതാ നിങ്ങൾ തീവ്രവാദിയും ഭീകരവാദികളുമാക്കിക്കൊള്ളുക സാമ്നയുടെ എഡിറ്റോറിയൽ ബോർഡിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥതയിലുള്ള ശിവസേനയുടെ നേതാക്കന്മാരെ നിങ്ങൾ തീവ്രവാദികളാക്കി ചിത്രീകരിക്കൂ, ഭീകരവാദികളാക്കി ചിത്രീകരിക്കൂ. അവരും ഇതേ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങൾ പബ്ലിക് കേരള ആദ്യം ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ. ഇപ്പോഴിതാ ശിവസേനയുടെ മുഖപത്രം സാമ്ന ചോദിച്ചിരിക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യമെന്ന്. സാമ്ന അത് മാത്രമല്ല, ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് പോലും സാമ്ന ചോദിക്കുന്നുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ സഖ്യം രൂപീകരിച്ചതിന് ശേഷം പോലും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങൾക്ക് സാമ്നയുടെ എഡിറ്റോറിയൽ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട് എന്നുള്ളതല്ലേ നമ്മൾ സംശയിക്കപ്പെടേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, കൂട്ടത്തിൽ നിന്ന് വരെ ആരോപണം ഉയർന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്കും തുറന്നു ചോദിക്കാനുണ്ട് ചില കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.